എടാ എന്തിനാടാ ദൂരെ ഓടി ഓടി നടക്കുന്നത്? നിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് നല്ലൊരു പെണ്ണെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചാ പോരെ? ഓ എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് പെണ്ണേ വേണ്ട. അത് എന്റെ നാട്ടിന്റെ ഗുണമൊന്നും എന്റെ അടുത്ത് പറയരുത്. വെറുതെ ചുമ്മാ ഇരുന്നാലും ഓടി ഒന്നും ഇടിക്കുന്ന ആൾക്കാരാ. ചുമ്മാ ഇരുന്ന് ഓടി ഇടിക്കോ? ഓടി ഒന്നും ഇടിക്കും. നീ എവിടെയാണ് ചുമ്മാ ഇരുന്നത്? പെണ്ണുങ്ങള് കുളിക്കുന്ന കുളിക്കട. എടാ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ആൾക്കാർ വരുമ്പോ നീ പറയണമായിരുന്നു, എന്റെ അതേ ഐഡിയ, നമ്മൾ മീൻ പിടിക്കാൻ വന്നു. അയ്യോ ഞാനും അത് തന്നെ പറഞ്ഞത്. എന്നിട്ട് കൈതക്കാട്ടിന്റെ ഇടയിൽ ആരും കൊണ്ട് വെച്ചേക്കുന്ന മീനെന്ന് ചോദിച്ചാൽ കൈതക്കാട് അവിടെ മറ്റൊരു റേഡിയായിരുന്നു. കൈതപ്പൂ പറിച്ച് ഓണത്തിന് അത്തോടാൻ വന്നതാണ്. ഓ നമ്മളെ രണ്ടുപേരെ മനസ്സ് ഒരുപോലെ തന്നെ. ഞാൻ അത് തന്നെ പറഞ്ഞത്. എന്നിട്ട് ജനുവരിയിൽ നിന്റെ അച്ഛൻ കൊണ്ടുവച്ചേക്കുന്നതാണ് ഓണം. അതിനുശേഷം ഞാൻ ഒരൊറ്റ അക്ഷരമാരത്ത് മിണ്ടിയിട്ടില്ല. അത്രയ്ക്ക് ദേഷ്യം. അതുകൊണ്ടല്ലേ ഫസ്റ്റ് അടിക്കാൻ എന്നെ നാക്ക് തന്നു. പിന്നെ അങ്ങനെ ഉണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലേ, നീ അതിനകത്ത് ആരെങ്കിലും ഒന്ന് പ്രണയിച്ചൂടെ നിനക്ക്? അങ്ങനെ പറയരുത്. എനിക്കും പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ പ്രണയിച്ചു. പക്ഷെ ഈ പ്രണയിച്ച് അവസാനം എല്ലാ പെണ്ണുങ്ങളും എന്റെ അടുത്ത് പറയും, ചേട്ടാ എന്നെ സഹോദരിയായിട്ട് കണ്ടുകൂടെയെന്ന്. അങ്ങനെ പറയുള്ളൂ. അപ്പൊ നീ മനസ്സ് മടുത്തില്ല. ഞാൻ പിന്നെ പ്രേമിച്ചു. പക്ഷെ ഒരു പെൺകൊച്ച് ഭയങ്കര ആത്മാർത്ഥയായിരുന്നു. ആത്മാർത്ഥമുള്ള ഉണ്ട്. അവൾ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ മരണത്തിനല്ലാതെ നമ്മളെ ആർക്കും പിരിക്കാൻ കഴിയില്ലെന്ന്. ഓ ആത്മാർത്ഥത ഉണ്ടടാ. ഒരു ദിവസം അവള് പറയാണ്, അവളെ കുഞ്ഞമ്മയുടെ നാത്തു മരിച്ചു, അതുകൊണ്ട് നമുക്ക് പിരിയാന്ന്. ഓരോരോ കാരണങ്ങളല്ലേ. നീ മനസ്സ് തളർന്നു. അങ്ങനെ ദേഷ്യം വന്ന ഒരു രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പാലയുടെ മൂട്ടി പോയിരുന്നു. ഞാൻ നോക്കിയപ്പോ ആരാണ്ട് അതിനകത്ത് ഒരു ആണി അടിച്ചു വെച്ചേക്കുന്നത്. ദേഷ്യം വന്ന് ഞാൻ ആണി വലിച്ചു ഊരി. അതിനകത്ത് യക്ഷി ഇറങ്ങി വന്നു. എന്നിട്ട് യക്ഷി എന്റെ അടുത്ത് പറയുക, ചേട്ടൻ എന്നെക്കാട്ടി നല്ല യക്ഷിയെ വേറെ കിട്ടുമെന്ന്. എനിക്ക് പോലും വേണ്ടല്ലോടാ നിന്നെ. വേണ്ട, കഷ്ടം തന്നെ. എന്തായാലും നിനക്കൊരു പെണ്ണ് കിട്ടില്ലെന്നാണ് ഒരു ഉറപ്പായി. പക്ഷെ നിന്റെ കാര്യത്തിൽ ഒന്നും ഇറങ്ങി തിരിക്കാൻ പാടില്ല. അതെനിക്ക് നിന്റെ അനിയത്തിക്ക് ഒരു പയ്യനെ കൊണ്ടുവന്നപ്പോ മനസ്സിലായിരുന്നു. ഒരു സുന്ദരനായ പയ്യനെ കൊണ്ടുവന്നു, നല്ല പയ്യൻ, സർക്കാർ ജോലി. നിനക്കായിരുന്നു പ്രശ്നം. അവളെ അടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. എന്തായിരുന്നു കുഴപ്പം? അവള് പറയണം അവക്ക് ഇനിയും പഠിക്കണമെന്ന്. ഒരു പെൺകുട്ടി ഇനിയും പഠിക്കണമെന്ന് പറയാൻ തെറ്റാണോ? 10ാം ക്ലാസ്സിൽ 10 തൊട്ട് എഴുതിയിട്ട് തോറ്റ അവൾ ഇനിയും പഠിക്കണമെന്ന് പറഞ്ഞാൽ അവളെ പഠിപ്പിച്ച് കട കയറിയാണ് എന്റെ അച്ഛൻ നാട് വിട്ടു പോയത്, അറിയാമോ?